നിങ്ങൾ എന്താണ് ചെയ്തോ, ഞാനുണ്ടാവും സപ്പോർട്ടിന് കേട്ടോ. അത് നീ പേടിക്കണ്ട. നീ പറയുന്ന ഈ കാര്യം നടന്നാൽ മാത്രം നിന്റെ ചെയർമാൻ സ്ഥാനം ഞാൻ ഉറപ്പാക്കി തരാം, പപ്പയെടുത്ത് പറഞ്ഞു. എന്നാ ഓക്കെ, നിങ്ങളുടെ കാര്യം നടക്കട്ടെ. എനിക്ക് അവളെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒറ്റൊരു ഇതിനാണ് ഞാനിതിനെ കൂട്ടിക്കുന്നു. അല്ലേ, ഞാൻ ഇതിനെ കൂട്ടിക്കത്തില്ല. അവളെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായി കൊണ്ടാണ് ഈ ചിത്രത്തിൽ ഞാൻ കൂട്ടിക്കുന്നത്. നീ ആ റൂമിലോട്ട് വയ്ക്കോ. ഇവനെ നമുക്ക് ഈ കാര്യം ചെയ്യാൻ വന്ന ഇവനെ പറഞ്ഞോട്ട് ഞാൻ അവനെ ആ റൂമിലോട്ട് ആയിക്കോളാം. എൻ്റെ പൊന്നുമോനെ ആദി, നിൻ്റെ കൗണ്ട് ഔട്ട് സ്റ്റാർട്ട് ചെയ്തു. നിന്നെ തോൽപ്പിക്കാന്നുള്ളതും ഈ വഴിയിലൂടെ എനിക്കിത് നേടാൻ പറ്റും. അപ്പം എങ്ങനെയാ മോനെ, നീൻ്റെ നിഷ്ഠയെന്ന് പറയുകയല്ലേ? എന്നാലും കാർത്തിക്ക് മുമ്പ് നീൻ്റെ നിഷ്ഠ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവൻ കൊണ്ടുപോകും. എന്തായാലും എൻ്റെ ഇഷ്ടം എന്ന് പറയണം. അത് പിന്നെ എസ് പറയണോ നോ പറയണമെന്ന് അവളുടെ ചോയ്സ്. അവൾക്ക് എൻ്റെ അടുത്തൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എടാ, നിങ്ങൾ എൻ്റെ ഇവിടെ ഇരിക്കുകയായിരുന്നോ? എടാ, ഞാൻ ഇവിടെ സ്റ്റേജിലേക്ക് വേണ്ടിയുള്ള സാധനം എടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ 2 സാധനങ്ങൾ അവിടെ മിസ്സായിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിൻ്റെ അവിടുത്തെ റൂമിൽ ഇരിപ്പുണ്ട്, ഒന്ന് പോയി എടുത്തുകൊണ്ട് വരാമോ നിങ്ങളുടെ? എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. നീ അങ്ങോട്ട് ചെന്നോ, ഞങ്ങൾ രണ്ടുപേരും പോയി എടുത്തിട്ട് വരാം. നീ അങ്ങോട്ട് ചെല്ലേ. ഞാൻ ഈ രാവിലെ ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് ഒന്നും കഴിച്ചില്ല. ഞാൻ ക്യാൻറ്റീനിൽ പോയി എല്ലാം കഴിച്ചിട്ട് വരട്ടെ. ഞാൻ അങ്ങോട്ട് ചെല്ലേ, ഞാനിവിടെ നിൽക്കാം. ഈ റൂമിലായിരിക്കും, ഒന്ന് കയറി നോക്കിയേക്കാം. ഏതവനാടാ എനിക്കിട്ട് പണിയുണ്ടാക്കിയത്? ആരാ കഥവ്? നീയൊക്കെ മര്യാദയ്ക്ക് കഥവ് തുറന്നു കേട്ടോ, വെളിയിറങ്ങി എൻ്റെ സ്വഭാവം മാറും. അവിടെ കിടന്നല്ലേ വിളിച്ചു? ചത്താലും തുറക്കത്തിലുള്ള പന്നി. നീ എനിക്കിട്ടുണ്ടാക്കിയ കുറേ പണികളെ കുറേ നാളെ ഞാൻ. ആദ്യമായിട്ടെന്താ ഇവിടെ കിടക്കുന്നേ? ആരാ ഇതടച്ച്? നീ കൂടുതൽ അഭിനയിക്കില്ലേ മോളെ? നീ ആ കാർത്തിക കൊണ്ടിട്ട് എനിക്കുണ്ടാക്കിയെന്ന് എനിക്കറിയാം. നീ മാറിയെന്ന് എനിക്ക് പോണം. ആദ്യമായിട്ടാണ് നിൽക്കേ. എന്നെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ടുണ്ടോ? എനിക്കൊന്ന് സംസാരിക്കാനെങ്കിലും ഒന്ന് നിന്നിട്ടുണ്ടോ? 2 അവിടെ കിടന്നു അടിപിടി ചാവും. ഞാനെന്നാ പോയി തരാം. എൻ്റെ റോള് അടുത്ത പാർട്ട് എനിക്കുള്ളതാണ്. ഇനി ഞാൻ നോക്കിക്കോളാം. നീ എന്തായാലും ഇവിടെ നിൽക്കണ്ട. ഇവിടെ കറങ്ങിന്നാലേ മാളോ എല്ലാം കണ്ടാൽ പിന്നെ അത് പ്രശ്നമാവും. എൻ്റെടാ ആദ്യമായിട്ടാ എനിക്കൊരു 5 മിനിറ്റ് മതി. എനിക്ക് ആദ്യമായിട്ടെന്നെ കുറേ നാളായിട്ട് ഇഷ്ടമാണ്. പക്ഷേ ആദ്യമായിട്ടെന്നെ എപ്പോഴും ആ മാളയും ചൂടെ എനിക്കൊന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടും. എന്തോന്ന് മോക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമാണോ? അങ്ങോട്ടും ഒന്ന് പോടി. പിന്നെ ഞാൻ മാളിൻ്റെ കൂടെ നടക്കുന്നത്. എനിക്ക് അവളെ ഇഷ്ടമാണ്. ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ അവളെ മാത്രമേ കെട്ടു. ലോക്കലസിയ അതാരാ? എന്റെ ഫ്രണ്ടാ. മാഡം ഇതാരാ? ഫ്രണ്ടാ? ഒരു ഇൻഫർമേഷൻ കിട്ടി, ഈ റൂമിൽ അനാശാസ്യം നടക്കുന്നു. സാർ ചുമ്മാ അനാവശ്യ കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഇന്നപ്പോൾ ആരാ ഈ കഥ കുറ്റിയിട്ടിട്ട് പോയി. അത് തുറക്കാനാണ് ഇവള് വന്നത്. പിന്നെ അവൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് എൻ്റെ അടുത്തൊരു ഇഷ്ടം. ചുമ്മാ സാർ, വരുന്ന വഴിക്ക് ഞാൻ യൂഞ്ചിയടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂഞ്ചിയാ പറഞ്ഞത് ആദ്യം വിളിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാൻ. അപ്പം ഒരാൾ വിളിക്കാതെ അവളെന്തായാലും ഇങ്ങോട്ട് വരത്തില്ലല്ലോ. അപ്പോൾ ഈ ആദ്യം തന്നെ കാരണം. മാള് ഇവർ ചുമ്മാ അറിയുക. ഞാനല്ല ഇത് ചെയ്തത്. ഞാൻ എന്തിനാ ഇവളുടെ റൂമിൽ കയറാം? നിനക്കറിയാലോ എനിക്ക് ഇവിടുത്തെ ദേഷ്യമാണ്. ഞാനതിന് അതുപോലെ എനിക്ക് നിന്നെ ഇഷ്ടം, ഇവിടെ അല്ല. സാറേ, ഇയാളെന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചെടുത്തത്. ഞാനവിടെ പരിപാടിക്ക് ഡ്രസ്സിങ് ഏരിയയിൽ നിന്നാ. അപ്പോഴാണ് ഇയാളെ വിളിച്ചത് ഇങ്ങോട്ടൊന്ന് വരുമെന്ന് ചോദിച്ചുകൊണ്ട്. അതന്നെ ഇങ്ങോട്ട് വന്നത്. പൊന്നെ, നിനക്ക് ഇതിനെ എൻ്റെ പെങ്ങളെ തന്നെ എടുക്കണമെന്നില്ല. നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് കാണിക്കണമായിരുന്നു.
അതിനൊക്കെ സമാധാനമായല്ലോ. എൻ്റെ പെങ്ങളെ മാനം കളഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രതിഷേധത്തിൽ നീ തന്നെ അവളെ കെട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ നാളെ ഇവർ കാണാൻ പോകുന്ന നിൻ്റെ ബോഡി ആയിരിക്കും. എന്നാൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ മാളുവിൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാതെ വന്നു. പിന്നെ കല്യാണം അത് നടക്കണം. മോനെ, നീയൊന്നും ചെയ്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഈ കല്യാണം നടക്കണം. എനിക്ക് സമ്മതം ഈ കല്യാണത്തിന്. പക്ഷേ ഇവളൊരിക്കലും ഞാൻ എൻ്റെ ഭാര്യയായിട്ട് അക്സെപ്റ്റ് ചെയ്തില്ല. മോനെ, നീ പറഞ്ഞുകൊണ്ടാണ് ഈ കല്യാണം സമ്മതിക്കുന്നത്. പക്ഷേ ഇവൻ്റെ വീട്ടിൽ എൻ്റെ മോള് വെറും വേലക്കാരി. സാറേ, ഇതിനൊക്കെ കൂട്ടുന്നതും ഈ മാളു തന്നെ വന്നിട്ടുള്ള കള്ളക്കണ്ണീര്. അതുകൊണ്ട് ആ ചെയർമാൻ സ്ഥാനം എനിക്ക് തരണം സാർ. അതിന് മാളുവിന് ഇതിലൊരു പങ്കുമില്ലല്ലോ. അതൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് മാളുവിനായിരിക്കും ഇനിയുള്ളതിൽ ചെയർമാൻ. പുല്ല്, ഞാൻ പറഞ്ഞല്ലേ അവളെ എനിക്ക് കിട്ടത്തോളം. ഇനി നീ എന്തായാലും മറ്റവളെ കിട്ടുമ്പോൾ ഞാൻ അവളെയും കിട്ടും. അതുകൊണ്ട് പിന്നെ എനിക്കായിരിക്കും അവളിൽ അവകാശം. നീ എന്താ വിചാരിച്ചേ? കെട്ടിനെ അവളെ കൂടെ ഒന്ന് പൊറപ്പിക്കാൻ നിൽക്കുകയാണോ? അവൾ ഇതോടെ ആ പഠിത്തം തീർക്കും. ഇനിയിപ്പോൾ അവളെ അച്ഛൻ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിലുള്ള വെറും ഒരു വേലക്കാരി. రాముని మనసులో సీత పదిలము జానకి ఎదలో రామస్మరణము సీతారాముల ప్రేమ మధురము సీతారాముల రాముని మనసులో సీత పదిలము జానకి ఎదలో రామస్మరణము సీతారాముల ప్రేమ మధురము సీతారాముల జీవితం చెరోసగం ప్రమాణమేగా కాలమే ముడేసి ముళ్ళు మూడుగా బంధమే ఇదే నేను మంత్రమేదో ఓవరం కళ్యాణ సీతమ్మ వీక్షణం. ഈ കല്യാണം ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും പോകുന്നില്ല. നീ എനിക്ക് വെറും ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു വേലക്കാരി മാത്രമായിരിക്കും. പിന്നെ നീയും അവനും കൂടെ കാണിച്ചു കൂട്ടി പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഫസ്റ്റ് നൈറ്റും പരിപാടി തന്നെ എൻ്റെ റൂമിലോട്ട് പോലും കയറി പോകരുത്. നിങ്ങൾ ഒരിക്കലും നന്നാൻ പോകുന്നില്ല. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും ഒന്നും നിങ്ങൾ അറിയാനും പോകുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ മനസ്സറിയാൻ നിങ്ങൾ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ, എന്താണ് ഞാൻ ചെയ്തു. മാളു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദ്യമായിട്ടും വിഷമിക്കണ്ട, ഇതൊരു കുരുക്കാന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇതിൻ്റെ പിറകെ കളിച്ചാരെന്ന് നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ഞാനെന്തായാലും ഒരാഴ്ചയോടെ നിന്നിട്ടേ പോന്നോളൂ. മാളു, എന്തോ അച്ചായ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെന്ന്. മോനെ ആദി, മതി, നിർത്തിക്കുക. ഇതുവരയ്ക്കുമുള്ള നിൻ്റെ കളിയൊക്കെ അങ്ങ് മാറ്റിയേക്ക്. ഇനി അങ്ങോട്ട് വേണ്ട. ഇനി അവളെ എൻ്റെ പെണ്ണ്. ഇനി അതിൽ തൊട്ട് നീ കളിക്കുകയും വേണ്ട, കേട്ടോ? നീ പോടാ, എൻ്റെ പണി വെച്ചു. പക്ഷേ ഇതിൻ്റെ പിറകെ കളിച്ച ആരാന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. കാർത്തി ഉപയോഗിച്ച് തന്നെ ഇവളെ ഞാൻ കൊല്ലും. ഇവളെ എനിക്ക് ആദ്യക്കിടയിൽ ഒരു തടസ്സമായിട്ടിരിക്കുന്നു.